1995 ഇറങ്ങിയ നമ്മളെ ബാബു ആന്റണി അണ്ണന്റെ ബോക്സർ എന്ന സിനിമയിലെ ഒരു സുങ്ക്രാണി സമൂഹമായിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വട്ടിക്കുത്തി കണക്ക് എഴുന്നള്ളിയിരിക്കുന്നത് മൊഴിഞ്ഞു തരാം. ഈ സീനിൽ നമ്മളെ ബാബു ആന്റണി അണ്ണനും മുണ്ടേഷ് അണ്ണനും ബോക്സിംഗ് റിങ്ങിലാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാക്കുമാക്കന മൂക്കാമണ്ടയ്ക്ക് ഇടിച്ച് ഇറക്കി കൊടുക്കുന്നു. നമ്മുടെ ബാബു ആന്റണിക്കാണ് കൂടുതലും ഇടിക്കൊള്ളുന്നത്. കാരണം നമ്മുടെ ഉണ്ടേഷ് അണ്ണൻ ഒരു ട്രെയിൻഡ് ആയ ഒരു ബോക്സറാണ്. അവസാനം നമ്മളെ ബാബു ആന്റണി അണ്ണൻ വീഴുകയാണ് ഒരു ഇടിയിൽ. അപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മുടെ അണ്ണൻ പഴയ കാര്യങ്ങൾ ആലോചിക്കണം. എല്ലാ സിനിമകളും അതാണ് കാണും. ആദ്യം നമ്മളെ നായകന് കുറെ ഇടി കിട്ടും. പിന്നെ ഇതണക്ക് പഴയ കാര്യം, ഓ മൈ ഗാഡ് എന്റെ പെണ്ണുപിള്ള, എന്റെ തന്ത എല്ലാരും നീ കൊന്നു എന്നും പറഞ്ഞൊക്കെ ചാടി എണ്ണിട്ട് പിന്നെ ഒരു ഇടിയുണ്ട്. ആ ഇടിയിൽ നമ്മുടെ അണ്ണൻ പേട്ടിക്കുന്നു, ഇറങ്ങി ഓടുന്നു. അവിടെയാണ് സുഹൃത്തുക്കളെ നോമിന്റെ ഒരു സമൂഹം ഒളിച്ചിരിക്കുന്നത്. നമ്മുടെ അണ്ണൻ ഇറങ്ങി ഓടെയാണ്. സ്വാഭാവികമായിട്ട് നമ്മളാണ് ഇപ്പോൾ ഒരു നിക്കറ എന്തെങ്കിലും ഇട്ടിരിക്കണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് മാറ്റാൻ നിൽക്കൂ, ഓടിപ്പോയി പാൻറ് ഇടാൻ നിൽക്കൂ. ആട്ടുകാരെ നമ്മളെ കാല് കാണുമെന്ന് പറഞ്ഞു ഇല്ലല്ല, അവനെ പിടിക്കാനല്ലേ നോക്കോളൂ. പൊന്നെണ്ണ ഈ ആശാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രാക്ക് സൂട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നു. ഇതൊക്കെ ഇവിടെ എന്താ ഈ സമയം കിട്ടുന്ന ഇങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ പിടിക്കാൻ പോകും. ഇല്ലെങ്കിൽ മറ്റോ പഞ്ചായത്ത് കിടക്കൂല എണ്ണ. അത് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ജോഗേഴ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കൊച്ചു കണ്ണ. ഷൂവിന്റെ അകത്തുള്ള വലിച്ചു കയറ്റാൻ പറ്റില്ല. പിന്നെ ഷൂ ഊരണം, പിന്നെ അത് കയറ്റണം, പിന്നെ അത് ഇടണം. ഇത്രയും സാധനങ്ങൾ ചെയ്തിട്ടും ഇങ്ങനെ അവന്റെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നു. ഇത്തരായാലും കൊള്ളാട്ടെ. നിങ്ങൾക്ക് ഇതാണെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും സുഹൃത്തുക്കളെ. പിന്നെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളെ ഇതിന്റെ ആസ്വാദനത്തിന് ഒരു ഗുരുവും സംഭവിച്ചിട്ടില്ല. അപ്പൊ ശരി എന്നാ പോണം.